ആ ആരാ പറഞ്ഞ ഇന്ത്യ തോറ്റു എന്ന്? ഇന്ത്യ തോറ്റോ ഇന്നലെ? തോറ്റില്ല. ഞാൻ പറയുന്നു ഇന്ത്യ തോറ്റില്ല. 125 റണ്ണിന് തോറ്റു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ത്യ തോറ്റില്ലെന്നേ. പിൻസാൾട്ട് എടുത്ത് 70 റൺ എടുത്തല്ലോ. അതിന് ഞങ്ങൾ എന്താ 76 റൺ എല്ലാവരും കൂടെ കൂടി എടുത്ത് ജയിച്ചില്ലേ? ഞങ്ങൾ ജയിച്ചു. ഇന്ത്യയുടെ അടിപൊളി ഒരു കളിയാ മക്കളെ ഇന്നലെ കഴിഞ്ഞത്. ഞാൻ ഇന്നലെ ഇന്ത്യൻ ടീം തോക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു നാറിത്തരം കാണിക്കുന്ന ഒരു ടീം വേറെയില്ല. സ്വന്തം ടീമിലെ പ്ലെയറിനോട് കാണിക്കുന്ന ഒരു 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 അനീതി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നലെ കളി തോക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഒരു പൂ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു പൂന്തോട്ടം തന്ന് എന്നെ സമാധാനപ്പെടുത്തിയ എൻ്റെ ദൈവത്തിനും ടീം മാനേജ്മെന്റിനും ടീം അംഗത്തിനും എന്റെ ഹാർദവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ് മക്കളെ, രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഇന്നലെ നടന്നത്? പൊന്നെ 201 റണ്ണ് ചേസ് ചെയ്യാനായിട്ട് എന്താ പറയാ വാറ്റും പിടിച്ച് ഏതാണ്ടൊക്കെ അങ്ങോട്ട് കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു. നോക്കുന്നു പവർ പ്ലേ ആയപ്പോഴത്തേക്ക് പവർ പ്ലേ കഴിയുന്നതിന് മുമ്പ് തന്നെ ബൗളർ റഷിദ് റാണയെ ഉള്ളിക്കയറ്റുന്ന രീതിയിലേക്ക് കളി ചേഞ്ചായി. എന്തുവാ തുടരെ ഔട്ടായി പോവാ. എന്താണ്? സ്ഥിരതയാർന്ന ബാറ്റിംഗ് ഉള്ള ആൾക്കാരാണ്. സഞ്ജു മാത്രമേ ഉള്ളൂ സ്ഥിരത ഇല്ലാത്ത ബാറ്റർ. ബാക്കിയൊക്കെ എന്താ സ്ഥിരതയാണെന്നറിയാമോ? അവരെയൊക്കെ വെച്ചോണ്ടാണ് ടീമിൽ എന്താ പറയാ പരീക്ഷണങ്ങൾ നടത്തേണ്ടത്. അല്ല സഞ്ജുവിനെ സഞ്ജു കളിക്കത്ത് പോലും ഇല്ല. പക്ഷെ മറ്റുള്ളവരൊക്കെ എന്നാ കളിയാറാവേ. അതാണ് ഇന്നലെ ഈ പറയുന്ന കളിയൊക്കെ കഴിഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ ബസ്സിലോട്ട് കയറാൻ പോവുക. ആരൊക്കെ ഉണ്ട്? ഗൗതം ഗംഭീർ, അതോടൊപ്പം തന്നെ തിലക് വർമ്മ, ശ്രേയസ് അയ്യർ എല്ലാം പോകുന്ന വഴിക്ക് അവിടെയുള്ള കാണികളെല്ലാം കൂടെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അവര് അവിടെ കിടന്ന് വിളിച്ചു കൂവി പറഞ്ഞ എന്താണ്? വി വാണ്ട് സഞ്ജു എന്ന്. കേട്ടു നോക്കും. Let me go to that side. Just taking that shot. ये देखिए, we want Sanju. ഇതാണ് സഞ്ജു സാംസന്റെ പവർ. മലയാളികൾ മാത്രമല്ല ഹിന്ദിക്കാരും അവിടെ ഉള്ള ആൾക്കാർ വരെ ആഗ്രഹിച്ചിട്ടുണ്ടാവും സഞ്ജു ഒന്ന് കളിക്കണമെന്ന്. എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം? കമന്റ്